ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. വ്രതശുദ്ധിയുടെ 30 ദിനരാത്രങ്ങൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ റമദാൻ മാസപ്പിറവി ദൃശ്യമായതിനാൽ റമദാൻ 1 നാളെ ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. രാജ്യമെമ്പാടും പുണ്യ റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നാളെ തുടക്കമാകും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നായിരുന്നു റമദാൻ മാസാരംഭം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുവനന്തപുരത്തെത്തും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് പരിപാടി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയെ കൂടുതൽ കരുത്തുറ്റതും അഭിവൃദ്ധിയുള്ളതാക്കാനുമാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃഷിയും ഗ്രാമീണ സമൃദ്ധിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റാന്വേഷണ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളാണ് കേരള പോലീസ് സ്വന്തമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ സജ്ജമാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ISROയുമായി ചേർന്ന് 1 ലക്ഷം മത്സ്യബന്ധന ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ആശയവിനിമയ സാധ്യതയും കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി ജീവനോപാധി നഷ്ടപരിഹാരത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി സംസ്ഥാന സർക്കാർ 9.57 കോടി രൂപ അനുവദിച്ചു. പദ്ധതിയുടെ ഭാഗമായി നഷ്ടപരിഹാരം ഇതുവരെ ലഭിക്കാതിരുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് തുക അനുവദിച്ചത്. വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുതകുന്ന വിവിധ പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ കമ്മീഷന്റെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനാതിർത്തിയിലൂടെയുള്ള വന്യമൃഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താനൊരുങ്ങി വനം വകുപ്പ്. കേരളത്തിലെ വനം വന്യജീവി സ്വഭാവം അടിസ്ഥാനമാക്കി വന്യമൃഗങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനം മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കും. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10ാം ക്ലാസുകാരൻ മരിച്ച സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം മുതൽ പ്രൈമറി തലത്തിൽ ഉൾപ്പെടെ സ്പോർട്സ് പാഠ്യവിഷയമാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കണ്ണൂർ പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മേൽപ്പാലങ്ങളുടെ അടിവശം സൌന്ദര്യവൽക്കരിക്കുന്ന പദ്ധതികളിൽ ആദ്യത്തേത് കൊല്ലത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രദേശങ്ങൾ ജനസൌഹൃദ മാതൃകാ പൊതു ഇടങ്ങളായി മാറ്റുകയെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി നഗരത്തിലെ റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ ഒരുക്കിയ വി പാർക്കാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകൾ നടത്തിയ മുന്നൊരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥതല അവലോകന യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. എല്ലാ വകുപ്പുകളും യോജിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കും. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 വിക്കറ്റ് ജയം. 29.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക 180 റൺ എന്ന വിജയലക്ഷ്യം മറികടന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച നിലയിൽ. 4ാം ദിവസം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റിന് 249 റൺ എന്ന നിലയിലാണ് വിദർഭ. 6 വിക്കറ്റ് ശേഷിക്കെ 286 റൺ ലീഡാണ് ഇപ്പോഴുള്ളത്. വിദർഭയ്ക്കായി കരുൺ നായർ സെഞ്ചുറി നേടി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ പോരാട്ടം പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ 1 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലാണ്. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമും 2 ഗോൾ വീതം നേടി. സംസ്ഥാനത്ത് ഇന്നും നാളെയും സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലക്ഷദ്വീപിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. കവരത്തി ദ്വീപിൽ നടന്ന പരിപാടി ലക്ഷദ്വീപ് BJP ഘടകം അധ്യക്ഷൻ KN കാസിമി കോയ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് സംവിധാനത്തിലൂടെ മികച്ച തലമുറയെ വാർത്തെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. SPC ഇന്ന് രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടിത സേനയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കി പരുന്തുംപാറയിലെ റവന്യൂ ഭൂമിയിൽ വ്യാപക കയ്യേറ്റം നടന്ന സംഭവത്തിൽ പട്ടയങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം. സംഭവം അന്വേഷിച്ച പ്രത്യേക സംഘത്തിന്റേതാണ് നിർദ്ദേശം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.